ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി, കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്ന റിപ്പോർട്ട്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ മുതിർന്ന BJP നേതാവുമായി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി വിടും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഒരു മന്ത്രിയുടെ രാജി, അതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കൂടി കളം മാറ്റത്തിന് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ നേതാക്കൾ എന്നുള്ള വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ ബൽറാം? റിജിത്ത്, ഇന്നലെ പാർട്ടിയുടെ മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും അംഗത്വം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ കെജ്രിവാളിനോടൊപ്പം നിന്ന് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിൽ നിർണായക പങ്കുള്ള ഒരു നേതാവ് നിലവിൽ BJPയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. BJPയുടെ ഒരു മുതിർന്ന നേതാവുമായാണ് ചർച്ച നടത്തിയിരിക്കുന്നത് എന്നും ഉടൻ BJPയിലേക്ക് എത്തും എന്നും റിപ്പോർട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി തന്നെ ഇദ്ദേഹം BJP അംഗത്വം സ്വീകരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി സ്ഥാപക നേതാക്കൾക്ക് ഒഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നു. പാർട്ടി ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് ഈ നേതാക്കൾ കൊഴിഞ്ഞുപോയത്. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും അരവിന്ദ് കെജ്രിവാൾ തന്നെ ജയിലിലായിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ ഇത്തരം കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു എന്ന് ആം ആദ്മി പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നിൽ BJP ആണ് എന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നുമാണ് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളുടെ പ്രതികരണം. റജിത്ത്, ബൽറാം, കെജ്രിവാളിന്റെ അറസ്റ്റ്, അതിനെ തുടർന്നുള്ള പ്രതിഷേധം, അതിൽ നിന്ന് MP മാർ വിട്ടുനിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതിനെ എങ്ങനെയാണ് നേതൃത്വം കാണുന്നത് ബൽറാം? റിജിത്ത്, ഇക്കാര്യവും ഈ ഒരു നിരവധി നേതാക്കൾക്ക് ഇപ്പോൾ അതൃപ്തിയുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഈ റിപ്പോർട്ടുമായി ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. നേരത്തെ ആം ആദ്മി പാർട്ടി അവരുടെ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കൾക്കും അക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്ന വിമർശനം ഉണ്ടായിരുന്നു. ആശിഷ് ഖേതൻ, അശുതോഷ് അടക്കമുള്ള നേതാക്കൾ, സ്ഥാപക നേതാക്കളിലായ ചിലർ തന്നെ ഈ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ അവർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അത് വ്യക്തിപരമായ കാരണങ്ങളാണ് വിശദീകരണം നൽകിയത് എങ്കിലും അവർക്ക് കൃത്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ. ഈ പലരെയും ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ചിലരെയാണ് ഈ രാജ്യസഭാ സീറ്റ് നൽകിയത്. എന്നാൽ കെജ്രിവാൾ അറസ്റ്റിലാവുകയും പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഈ പാർട്ടിയുടെ 10 രാജ്യസഭാംഗങ്ങളിൽ 7 പേർ ഒരു പ്രതികരണത്തിന് പോലും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നു. ഇക്കാര്യം വിശദമായി തന്നെ പരിശോധിക്കുമെന്നും ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്തും എന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ പാർട്ടിയിലെ എല്ലാവരെയും ബന്ധപ്പെടാനും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂടുതൽ നേതാക്കൾ ആം ആദ്മി പാർട്ടി വിടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അതിൽ മുതിർന്ന നേതാക്കളും ഉൾപ്പെടും എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമായി വരികയാണ്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.